സെലിക്ക ഹായ് ഫ്രണ്ട്സ്, ഡിസംബർ ആയി കഴിഞ്ഞാൽ നോർവേയിൽ മൊത്തത്തിലൊരു ക്രിസ്മസ് മോഡാണ്. ഇഷുവിന് ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതി. അതായത് ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് അവൾക്ക് സ്കൂളിൽ ലീവാണ്. നമ്മൾ ഓഫീസിൽ പോയാലും സെയിം അവസ്ഥയാണ്. ഓഫീസിൽ കാര്യമായിട്ട് ആരും വരുമൊന്നുമില്ല. അപ്പം നമ്മൾ 3 ആഴ്ച ലീവ് എടുത്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു. നാട്ടിൽ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് യാത്ര തന്നെയാണ്. നമ്മൾ ഓസ്ലോന്ന് പുറപ്പെട്ട് നാട്ടിലെത്താൻ വേണ്ടി ഏകദേശം ഒരു ഫുൾ ഡേ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യാത്രാവിശേഷങ്ങളാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മൊത്തം കാണാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മുടെ ഫ്ലൈറ്റ് ഓസ്ലോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് രാവിലെ 8 മണിക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുലർച്ചെ ഒരു 3-3:30 ആയപ്പം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. നമുക്ക് പുലർച്ചെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി 2 ഓപ്ഷനാണുള്ളത്. ഒന്നില്ലെങ്കിൽ ടാക്സി എടുക്കുക, അല്ലെങ്കിൽ ഫ്ലൈ ബസ് എടുക്കുക. ടാക്സി കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈ ബസ് ആണ് ചൂസ് ചെയ്തത്. ഇത് ഏകദേശം 1 അവർ എടുക്കും എയർപോർട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടിക്കറ്റ് പ്രകാരം ഒരാൾക്ക് 40 kg ലഗേജ് ആണുള്ളത്. അപ്പം നമ്മൾ 3 ട്രോളി ബാഗിലായിട്ട് പാക്ക് ചെയ്ത് വന്നപ്പം ഒരു ട്രോളി ബാഗിൽ 38 kg ബാക്കിയെല്ലാം 30-ന് താഴെയായിരുന്നു. അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് അവരുടെ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ റൂള് വെച്ചിട്ട് ഒരു ട്രോളി ബാഗിൽ 32 kg ലഗേജ് മാത്രമേ നമുക്ക് കയറ്റിവിടാൻ പറ്റുള്ളൂ. നമുക്ക് ഭാഗ്യത്തിന് ലഗേജ് ഒന്നും അവിടെ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല. അവർ കൗണ്ടറിൽ നിന്ന് ഒരു കാർഡ്ബോർഡ് ബോക്സും പാക്കിംഗ് ടേപ്പും തന്നു. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വരുന്ന വെയിറ്റ് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് നമ്മൾ ലഗേജിൻ്റെ കൂടെ തന്നെ വിട്ടു. നമ്മൾ ചെക്കിനൊക്കെ ആയി ഫ്ലൈറ്റിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു പട്ടീനെ വെച്ച് അവർ സ്മെല്ല് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓസ്ലോ എയർപോർട്ടിൽ നിന്ന് നമുക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, എന്നാൽ പോലും വന്ന് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഖത്തർ എയർവേസിലാണ്. ഓസ്ലോന്ന് രാവിലെ 8 മണിക്ക് പുറപ്പെട്ടാൽ ഖത്തർ ടൈം വൈകുന്നേരം 4:45 ആകുമ്പോൾ നമ്മൾ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തും. നമ്മൾ സാധാരണ വിൻ്ററിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു നോർമൽ കാഴ്ചയാണിത്. അവരൊരു ലിക്വിഡ് വെച്ചിട്ട് ഫ്ലൈറ്റ് ഒന്ന് വാഷ് ചെയ്യും. അതായത് പുറത്തുള്ള ടെമ്പറേച്ചർ ഓൾറെഡി -10-നും താഴെയാണ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ബോഡി ഫ്രോസൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. വിൻ്റർ ടൈമിൽ ഓസ്ലോയിൽ ഏകദേശം സൺറൈസ് എന്ന് പറയുന്നത് 9:30 മണിയൊക്കെ ആകും. അപ്പോൾ 8 മണിക്ക് നമ്മൾ പോകുന്ന സമയത്ത് വെളിച്ചമൊന്നും വന്നിട്ടില്ല. ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യമായിട്ട് വേറെ കാണാൻ കാഴ്ചകളൊന്നുമില്ല. ഇഷ്യൂവിന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും കുറച്ച് കളറിംഗ് ബുക്സ് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതും. അതിൻ്റെ കൂടെ തന്നെ ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫ്ലൈറ്റുകാരെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് പാക്കുകളോ സ്നാക്ക് ടൈം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സ്നാക്സ് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുകൂടാതെ ഫ്ലൈറ്റിൽ നമുക്കൊരു സ്ക്രീൻ ഉണ്ടാവും. സ്ക്രീനിൽ കാർട്ടൂണോ എന്താ നമുക്ക് വേണ്ട മൂവീസ് കാര്യങ്ങൾ ഗെയിമുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇഷ്യൂവിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഈ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ. നമ്മൾ ഫ്ലൈറ്റ് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഫുഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നോർമലി നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഫുഡിന് അവർ ഹിന്ദു മീൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതിന് നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ആദ്യം ഈ ഒരു ചൂസ് ചെയ്തവർക്കാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത്. ഖത്തർ എയർവേസിൽ ഇപ്പം മലയാളം സിനിമകൾ അവൈലബിൾ ആണ്. കയറിയപ്പോൾ തന്നെ സിനിമ കാണാൻ തുടങ്ങി, ഇഷ്യൂ കാർട്ടൂൺസും കാണാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ച് റിലീജിയസ് ആണെങ്കിൽ ഖുറാൻ അവൈലബിൾ ആണ് ഖത്തർ എയർവേസിൽ. പിന്നെ എനിക്കുള്ള ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഫ്ലൈറ്റിന് നമുക്ക് ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട്, താഴെ ഒരു ക്യാമറയുണ്ട്. അപ്പോൾ ഈ ഒരു 2 ക്യാമറ വ്യൂവും നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അന്ന് കുറച്ച് ക്ലൗഡി ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഗൂഗിൾ മാപ്പ് പോലെ നമ്മൾ പോകുന്ന ലൊക്കേഷൻ്റെ ഒരു സ്ഥലങ്ങൾ കാര്യങ്ങൾ പിന്നെ പുറത്തുള്ള ടെമ്പറേച്ചർ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് വെച്ച് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള യാത്ര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റ് യാത്രയാണ്. പ്രത്യേകിച്ച് നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഹൈറ്റിലാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് കാര്യമായിട്ട് വ്യൂ ഒന്നുമില്ല. ആകെ അവർ ഇടയ്ക്ക് ഫുഡ് തരും, പിന്നെ ഇങ്ങനെ സ്ക്രീനിൽ എന്തെങ്കിലും കാണാമെന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും കാണാനില്ല. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ക്ലൗഡി ആയിരുന്നു. അപ്പോൾ ആ ക്ലൗഡിൻ്റെ ഇടയിൽ കൂടിയുള്ള ഒരു സൺറൈസ് കാണാൻ പറ്റി. അതാണ് ആ ഒരു യാത്രയിൽ കാണാൻ പറ്റിയ ആകെ കിട്ടിയൊരു വ്യൂ എന്ന് പറയുന്നത്.
ഇഷു കംപ്ലീറ്റ് മാറി മാറി കുറേ ഗെയിം കളിക്കും, ബോറടിക്കുമ്പോൾ സിനിമ കാണും, അത് കഴിയുമ്പം അവരോട് എന്തെങ്കിലും ചോദിക്കും. ശരിക്കും അവർ ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ അവർക്ക് കുറച്ച് ചിപ്സുകളോ പോപ്കോൺസ്, ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പം എല്ലാവരും പറയും കുട്ടികൾക്ക് ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ ലൈഫിൽ നമ്മൾ ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലൈറ്റിൽ നിന്നാണ്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇഷുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾക്ക് ചെവി വേദനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ നിലവിളിക്കായിരുന്നു. ശരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയപ്പം ഫ്ലൈറ്റ് നേരിട്ട് എയർപോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് എയർപോർട്ട് ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് മാത്രമുള്ള എക്സ്പീരിയൻസ് ആണോ എന്ന് അറിയില്ല. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് എയർപോർട്ടിൽ എത്തിയത്. നമ്മൾ ഖത്തറിൽ എത്തുന്നത് ഖത്തർ ടൈം വൈകുന്നേരം 4:45 തിരിച്ച് നമ്മൾ കോഴിക്കോടേക്കുള്ള ഫ്ലൈറ്റ് വീണ്ടും ഖത്തർ എയർവേസിൽ തന്നെയാണ്. എന്നാൽ പോലും നമ്മൾ അവിടെ ഒന്നുകൂടി ചെക്ക് ഇൻ ചെയ്യണം. നമ്മുടെ ലഗേജ് മാത്രം നമ്മൾ ഓസ്ലോ ഒന്ന് കയറ്റി വിട്ടാൽ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ട്രാൻസ്ഫർ ഫ്ലൈറ്റ് എടുക്കുന്നവർ ഒന്നുകൂടി ചെക്ക് ഇനിലൂടെ കടന്നു പോകണം. ആ ഒരു ഗ്യാപ്പിൽ ഇഷു ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. കാരണം അവൾ നേരത്തെ എണീറ്റതാണ്. പക്ഷെ ഒരു 5-10 മിനിറ്റിൽ കൂടുതലൊന്നും അവൾ ഉറങ്ങിയില്ല. അപ്പം പിന്നെ ഭാഗ്യത്തിന് എയർപോർട്ടിൽ സ്ട്രോളേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്ട്രോളർ യൂസ് ചെയ്തു. നമ്മൾ സാധാരണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ തരുന്ന ഫുഡ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വിശക്കുമ്പോൾ നമ്മൾ കഴിക്കുക എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് വേറെ യാതൊരു വികാരവും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ദോഹയിൽ ഇറങ്ങി അവിടുന്ന് ദോശ ഫാക്ടറി എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് ഫുഡ് കഴിച്ചു. ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ ഭയങ്കര സൂപ്പർ ആക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ പറയേണ്ട ആദ്യത്തെ കാര്യം മെട്രോ സർവീസാണ്. നമ്മളെ ഗേറ്റ് ലോങ് ആണെങ്കിൽ നമ്മൾ ലഗേജൊക്കെ തൂക്കി അത്രയും ദൂരം നടക്കേണ്ട ആവശ്യമില്ല. ഗേറ്റുകളിലേക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ മെട്രോ സർവീസ് അവൈലബിൾ ആണ്. ഇത് ആഴ്ചയിൽ 7 ദിവസവും ഫ്രീ ആയിട്ടാണ് സർവീസ് ചെയ്യുന്നത്. സെക്കൻഡ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവർ എയർപോർട്ടിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റെയിൻ ഫോറസ്റ്റ് മോഡലിനെ പറ്റിയിട്ട്. ശരിക്കും അതിന് ആ ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അവരൊരു വാട്ടർഫോൾ മോഡല്, പിന്നെ അതിൻ്റെ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള സീലിംഗുമാണ് അവിടെ ഉള്ളത്. നമ്മുടെ കോഴിക്കോടേക്കുള്ള ഫ്ലൈറ്റ് ദോഹയിൽ നിന്ന് എടുക്കുന്നത് 7:15. അത് വീണ്ടും നമ്മൾ അവിടുന്ന് എയർപോർട്ട് ബസ്സിൽ കയറി ഒരു 20 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ടാണ് വീണ്ടും നമ്മൾ ഫ്ലൈറ്റിൽ പോയിട്ടുള്ളത്. അത് കോഴിക്കോട് എത്തുന്നത് ഇന്ത്യൻ ടൈം രാത്രി 2:30 മണിക്കാണ്. തിരിച്ചുള്ള ഫ്ലൈറ്റും സെയിം റിപ്പീറ്റ് ആണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന ഫുഡാണെങ്കിലും ഫുഡ് കുറച്ചൊരു ഇന്ത്യൻ ടച്ചിലേക്ക് വരും. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. നമുക്ക് അതിൽ കിട്ടുന്ന മൂവീസ് ആണെങ്കിലും ഫുഡിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങൾ, സ്നാക്ക് പാക്ക് ഒക്കെ റിപ്പീറ്റ് ആണ്. പിന്നെ ആകെ കൂടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇക്കാൻ്റെ ബ്രദർ ശരിക്കും ദോഹയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെക്കേഷൻ പോകുന്ന സമയത്ത് അവരും നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇഷ്യൂവിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ടേ വന്നിട്ടില്ല. കാരണം അവർ ഫുള്ള് വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ രണ്ടാളും ഫുള്ള് ബിസി ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ ശരിക്കും കോഴിക്കോട് എയർപോർട്ട് എത്തുന്നവരെ ഇഷു ഉറങ്ങിയിട്ടില്ല. നമ്മൾ ഈ ഒരു ഫുൾ ഡേ ട്രാവൽ ചെയ്താൽ പോലും ഇഷു ഉറങ്ങിയില്ല. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എയർപോർട്ടിൽ എത്തിയ സമയത്ത് അവൾ ഉറങ്ങിപ്പോയി. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മളെ കൂട്ടാൻ വന്ന മെഹബൂബിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നുണ്ട്.